അസ്സലാമു വറഹ്മത്തുള്ളാഹി. മൂന്നാം ക്ലാസ്സിലെ പ്രിയ കൂട്ടുകാരെ, മൂന്നാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് പുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റിനെ ഒന്ന് വിശകലനം ചെയ്യാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റ് കൂട്ടുകാരെല്ലാവരും പഠിച്ചു കഴിഞ്ഞതാണ്. ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെടുന്ന കളി രീതിയിലുള്ള കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വർക്ക്ഷീറ്റ് കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വർക്ക്ഷീറ്റിൻ്റെ PDF നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. ലഭിക്കാത്ത ആളുകൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ PDFൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കൂട്ടുകാരെ ഡൗൺലോഡ് ചെയ്യുക. അതിൽ 2 തരം ചിത്രങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ വരച്ചുകൊണ്ടാണ് ഈ ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനം ചെയ്യേണ്ടത്. ഗെയിം രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. ആ 2 ചിത്രങ്ങൾ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച വർക്ക്ഷീറ്റിൻ്റെ PDFൽ ക്ലിക്ക് ഹിയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ലഭിക്കും. പ്രാർത്ഥനയിലൂടെ ദുആയിലൂടെയാണ് നമ്മുടെ പാഠഭാഗം ടെക്സ്റ്റ് പുസ്തകം ആരംഭിച്ചിട്ടുള്ളത്. നമ്മൾ കേട്ട ആ ദുആ, റബ്ബന ഇന്നഹ്തദൈന എന്ന് തുടങ്ങുന്ന ദുആ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. ربنا إنا اهتدينا فلك الشكر علينا أنت أحسنت إلينا بالرجال المحسنين حافظ القرآن فينا ورعوه مخلصين صدقوا الدنيا ودينا نعم أجر الصادقين. കൂട്ടുകാരെ, ആഘോഷവേളകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രീറ്റിംഗ് കാർഡുകൾ, ആശംസാ കാർഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ടെക്സ്റ്റ് പുസ്തകം ആരംഭിക്കുന്നത്. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്രീറ്റിംഗ് കാർഡുകൾ, ആശംസാ കാർഡുകളൊക്കെ കൂട്ടുകാരെ പരിചയപ്പെടുത്തി. അതിനുശേഷം പെരുന്നാൾ ദിവസവുമായി ബന്ധപ്പെടുന്ന മനോഹരമായിട്ടുള്ള ഒരു പദ്യം നിങ്ങളെ പരിചയപ്പെടുത്തി. പേജ് നമ്പർ 10 പേജിൽ ഈദുൻ സഈദ് എന്ന് തുടങ്ങുന്ന, ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്ർ എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ടുള്ള പദ്യം കൂട്ടുകാരെ പരിചയപ്പെടുത്തി. നമുക്ക് ആ പദ്യം ഒന്ന് കേൾക്കാം. عيد الأضحى عيد الفطر ما أحلى تلك الأعياد نلهو نلعب نلبس فيها كل جديد يا أولاد تحلو في العيد الرحلات نلعب في سهل أواد يمرح في العيد الأصحاب لا تبذير ولا إفساد. ശേഷം പേജ് നമ്പർ 11 നിങ്ങൾ കേട്ട ഈദുൻ സഈദ് എന്ന് പറയുന്ന പദ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ചെറിയ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് പുസ്തകത്തിൽ തന്നെ ചെയ്യാനുണ്ടായിരുന്നു. പദ്യത്തിൽ വരുന്ന റൈമിംഗ് വേർഡ്സ് അയ്യാദ്, ഔലാദ്, ഔവാദ്, ഇഫ്സാദ് തുടങ്ങിയ പദങ്ങൾ എഴുതിക്കൊണ്ട് നിങ്ങളെ വർക്ക്ഷീറ്റ് മനോഹരമായിട്ട് ചെയ്തു. അതിനുശേഷം 12 പേജിൽ നമ്മൾ വ്യത്യസ്ത വസ്ത്രങ്ങളുടെ പേരുകൾ നമ്മൾ പഠിച്ചു. വസ്ത്രങ്ങളുടെ പേരുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ 12 പേജിൽ തന്നെ നിങ്ങൾക്കൊരു വർക്ക് കൂടി ചെയ്യാനുണ്ടായിരുന്നു. അവിടെ യൽബസു എന്ന് പറയുന്നതും തെൽബസു എന്ന് പറയുന്നതുമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വാചകങ്ങൾ ചിട്ടപ്പെടുത്തി വളരെ മനോഹരമായിട്ട് കൂട്ടുകാരൊക്കെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെടുന്ന ഒരു വർക്കാണ് നമ്മുടെ വർക്ക്ഷീറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. കൂട്ടുകാർ, നിങ്ങളുടെ വർക്ക്ഷീറ്റിൽ കാണുന്നത് പോലെ 2 ചിത്രങ്ങൾ അവിടെയുണ്ട്. വോമിൻ്റെ, അതായത് പുഴുവിൻ്റെ 2 ചിത്രങ്ങൾ. മുകളിലുള്ള പുഴുവിൻ്റെ തലഭാഗത്ത് വലത് എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ ബിൻത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. കൂട്ടുകാർക്കറിയാം വലത് എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണെന്നും ബിൻത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണെന്നും കൂട്ടുകാർക്കറിയാം. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ചിത്രത്തിലെ ശരീരഭാഗങ്ങളിൽ വലതുന് യോജിക്കുന്ന വസ്ത്രങ്ങളുടെ പേരുകൾ നിങ്ങൾ എഴുതണം. രണ്ടാമത്തെ ചിത്രത്തിൽ ബിൻത്തുന് യോജിക്കുന്ന നിങ്ങൾ പഠിച്ചിട്ടുള്ള വസ്ത്രങ്ങളുടെ പേരുകൾ നിങ്ങൾ എഴുതണം. ഇതാണ് നമ്മുടെ വർക്ക്ഷീറ്റിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ശേഷം നമ്മുടെ പാഠഭാഗത്ത് 13 പേജിൽ യൗമുൽ ഈദ് എന്ന് പറയുന്ന പാഠഭാഗത്ത് ആഷിറും ജദ്ദത്തും ഒക്കെ തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ പഠിച്ചു. ആ സംഭാഷണത്തിന് ശേഷം 14 15 പേജിൽ ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. ആ സംഭാഷണത്തിൽ ചില ഭാഗങ്ങൾ നിങ്ങൾ പൂരിപ്പിക്കാനുണ്ട്. ടെക്സ്റ്റ് പുസ്തകത്തിൽ തന്നെയായിരുന്നു നമുക്ക് വർക്കുകൾ ചെയ്യാനുള്ളത്. ആ സംഭാഷണത്തിൽ ചോദ്യവാക്കുകൾ, ക്വസ്റ്റ്യൻ വേർഡ്സ് നിങ്ങൾ പഠിച്ചു. ഐന, മാത, മത്ത, കൈഫ, മൻ തുടങ്ങിയ വ്യത്യസ്ത ചോദ്യവാക്കുകൾ, അവയുടെ അർത്ഥം, അവ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കേണ്ടത്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് 15 പേജിൽ നിങ്ങൾ സംഭാഷണം നിങ്ങൾ പൂർത്തീകരിച്ചു.
ഇതുമായി ബന്ധപ്പെടുന്ന ഒരു വർക്കാണ് രണ്ടാമത്തെ വർക്കായി നമ്മുടെ വർക്ക്ഷീറ്റിൽ നിങ്ങൾ ചെയ്യാനുള്ളത്. അവിടെ നിങ്ങൾക്ക് 5 സ്നോമാൻ ചിത്രങ്ങൾ കാണാം. സ്നോമാൻ ചിത്രങ്ങളുടെ മുകളിലൊക്കെ മലയാളത്തിൽ ചില ചോദ്യവാക്കുകൾ എഴുതിയിട്ടുണ്ട്. ഏത്, എങ്ങനെ, ആര്, എവിടെ, എപ്പോൾ. ഇതിനൊക്കെ യോജിച്ച അറബി പദം ഏതാണോ ഉപയോഗിക്കുന്നത് ആ പദം കൂട്ടുകാർ സ്നോമാൻ്റെ ശരീരഭാഗത്ത് താഴെയുള്ള ആ വൃത്തഭാഗത്ത് നിങ്ങൾ എഴുതണം. ഇതാണ് രണ്ടാമത്തെ വർക്ക് എന്ന് പറയുന്നത്. ശേഷം നമ്മൾ 16ാമത്തെ പേജിൽ ഹൗലൽ ജദ് എന്ന് പറയുന്ന പാഠഭാഗത്ത് വളരെ ലളിതമായിട്ടുള്ള ഒരു ബയാന് നിങ്ങൾ പഠിച്ചു. അവിടെ കുടുംബാംഗങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ജദ്, ജദ്ദത്ത് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത പദങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ശേഷം 17ാമത്തെ പേജിൽ നിങ്ങൾ ചെറിയൊരു ബയാൻ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി. അതിനുശേഷം 17ാമത്തെ പേജിൽ നമ്മൾ പഠിച്ച ചോദ്യവാക്കുകളുമായി ബന്ധപ്പെടുന്ന ചോദ്യവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യത്യസ്ത ചോദ്യങ്ങൾ കൂട്ടുകാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐന ഉൽ ഉസ്ര, മാതാ യജിരി ഫിൽ ബഹർ, മാതാ യബി ഉത്താജിർ എന്ന് തുടങ്ങുന്ന വ്യത്യസ്തമായ 5 ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളുടെ മറുപടികൾ കൂട്ടിച്ചേർത്തുകൊണ്ട് താഴെ കൂട്ടുകാരൊരു ബയാൻ തയ്യാറാക്കി. ശേഷം 19ാമത്തെ പേജിൽ നമ്മൾ വ്യത്യസ്ത വാഹനങ്ങളുടെ പേരുകൾ, വാഹനങ്ങളുടെ സഞ്ചാര പദങ്ങളുടെ പേരുകൾ ഇവ നിങ്ങൾ പഠിച്ചു. അതിനുശേഷം അവ ഉപയോഗിച്ചുകൊണ്ട് ആ സഞ്ചാര പദങ്ങളുടെയും വാഹനങ്ങളുടെയും പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സെൻറ്റൻസുകൾ, വാക്യങ്ങൾ ചിട്ടപ്പെടുത്തി, വാക്യങ്ങൾ എഴുതി. അവിടെ നിങ്ങൾ യസീറു, തസീറു ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ കണ്ടെത്തി. വളരെ ലളിതമായി കുട്ടികളെല്ലാവരും എല്ലാ വർക്കുകളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെടുന്ന ഒരു വർക്കാണ് നമ്മുടെ വർക്ക്ഷീറ്റിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. വർക്ക്ഷീറ്റിൽ ഏറ്റവും അവസാന ഭാഗത്ത് നിങ്ങൾക്ക് 3 ചിത്രങ്ങൾ കാണാം. ഓരോ ചിത്രത്തിലും സാർ ഓരോ വാഹനങ്ങളുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. കൂട്ടുകാർ ആ വാഹനങ്ങളുടെ പേര് സ്വന്തമായിട്ട് വായിക്കണം. വായിച്ചതിന് ശേഷം അവിടെ നിങ്ങൾ ആ വാഹനത്തിൻ്റെ സഞ്ചാരപഥം ഏതാണോ, ഏത് മാർഗത്തിലൂടെയാണോ ആ വാഹനം സഞ്ചരിക്കുന്നത് ആ സഞ്ചാരപഥത്തിൻ്റെ പേര് നിങ്ങൾ ആ ജീവിയുടെ ശരീരഭാഗത്ത് ബാലൻസുള്ള ബാക്കിയുള്ള ആ വൃത്തത്തിൽ നിങ്ങൾ എഴുതേണ്ടതുണ്ട്. ശേഷം നമ്മൾ 20ാമത്തെ പേജിൽ നിങ്ങൾ ആമിറും ആഷിറും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ വായിച്ചു. സംഭാഷണത്തിൽ വിട്ടുപോയ കാര്യങ്ങളൊക്കെ കൂട്ടുകാർ പൂരിപ്പിച്ചു. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 21ാമത്തെ പേജിൽ വ്യത്യസ്ത ആഘോഷങ്ങളുമായി ബന്ധപ്പെടുന്ന ചിത്രങ്ങൾ, അതിന് ആഘോഷത്തിന് യോജിക്കുന്ന രീതിയിലേക്കുള്ള പദങ്ങൾ നിങ്ങൾ എഴുതി. ഇത്രയും കാര്യങ്ങളായിരുന്നു 1ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് അടുത്ത യൂണിറ്റുമായി മറ്റൊരു ദിവസം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തായി ഒരു കുഞ്ഞു ബെൽ ഐക്കൺ കാണാം. അതിനു മുകളിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നത് എനേബിൾ ചെയ്യുക.